എത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ. തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ. തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ. തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം മുതൽ വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും
ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. ദൈവത്തിന് സ്തോത്രം. വലിയൊരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഭയപ്പാടെല്ലാം മാറ്റി കൊടുക്കുകയാണ്. വലിയൊരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്, വലിയൊരു ശുശ്രൂഷ. നീ കണ്ടത് നീ എഴുതണം, ഇപ്പോൾ ഉള്ളത് നീ എഴുതണം, ഇനി സംഭവിക്കാനുള്ളത് നീ എഴുതണം. ഭൂതകാലത്തെ കാര്യങ്ങൾ എഴുതണം, വർത്തമാനകാലത്തെ കാര്യങ്ങൾ എഴുതണം, ഭാവി കാലത്തെ കാര്യങ്ങൾ എഴുതണം. ഇതെല്ലാം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. വലിയൊരു ശുശ്രൂഷ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഏൽക്കുന്നതിന് മുൻപ് എല്ലാ ആകുലങ്ങളും മാറ്റി തരികയാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമുക്ക് കിട്ടുന്നതിന് മുൻപ് ഭാരങ്ങൾ മാറ്റി തരികയാണ്. എല്ലാ ആകുലങ്ങളും, എല്ലാ ഭീതികളും. എന്തിനു ഭയപ്പെടണം? എല്ലാ ഭീതിയും മാറ്റാൻ യേശു ഉണ്ട്. ഭയപ്പാട് മാറ്റി. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും, ഞാൻ ജീവനുള്ളവനും ആകുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കുവാൻ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. സ്തോത്രം. അങ്ങനെ വലിയൊരു കാര്യം എഴുതി വയ്ക്കാനായിട്ട് നൂറ്റാണ്ടുകളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി എഴുതുന്നതിന് അപ്പോസ്തലനെ ദൈവം ഫലമേൽപ്പിക്കുകയാണ്. വലിയ ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നു. അതിനാണ് ഈ ദർശനം. ഈ സ്വർഗീയ ദർശനം കൊടുത്തത് അതിനാണ്. ഈ വലിയൊരു അനുഗ്രഹം കൊടുത്തത് അതിനാണ്. സ്നേഹിതരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ലഭിച്ചതുപോലെ ഇതുപോലെ വചനം കിട്ടുന്ന ജാതി അധികമൊന്നുമില്ല. ഇവിടെ ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ കിട്ടിയതുപോലെ നിർമ്മല വചനം കിട്ടുന്നതായ സമൂഹം അത്രയധികം പേരൊന്നുമില്ല. സ്തോത്രം. എന്തിനാണ് തരുന്നത്? നിങ്ങൾക്ക് ചില ശുശ്രൂഷകൾ കർത്താവ് പ്രേരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ കർത്താവ് ആശ വച്ചിരിക്കുന്നു. നിങ്ങളിൽ നിന്നുകൊണ്ട് സമൂഹത്തെ ചലിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നുകൊണ്ട് കുടുംബങ്ങളെ ഇളക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിന്നുകൊണ്ട് നിരാശ മുറ്റിപ്പോയ ചിലർക്ക് പ്രത്യാശ നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നുകൊണ്ട് ഇനിയും ആശയ്ക്ക് വകയുണ്ട് എന്നുള്ള പരമോദാരമായ മഹാസത്യം അനേകരെ അറിയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവ് നിങ്ങൾ കാലൂന്നി നിന്നുകൊണ്ട് അനേകം വിഷാദ വിവശരായിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ശാന്തിയും പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അനേക കുടുംബങ്ങളിലേക്ക് പ്രശാന്തി പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിങ്ങളിൽ നിന്നുകൊണ്ട് വലിയ ശുശ്രൂഷയുണ്ട് നമുക്ക്, വലിയൊരു ശുശ്രൂഷ. അപ്പോസ്തലനായ യോഹന്നാനെ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് തിളച്ച എണ്ണയിലിട്ടപ്പോൾ അപ്പോസ്തലന് കേട് വരാതിരുന്നത്? തിളച്ച എണ്ണയിലിട്ടിരുന്നു. ഡൊമീഷ്യൻ ചക്രവർത്തിയിലെ ആളുകൾ അദ്ദേഹത്തെ തിളച്ച എണ്ണയിലിട്ടു. പക്ഷേ ഒരു കേടും പറ്റുന്നില്ല. വലിയ ശല്യമായി കൊല്ലാനും പറ്റുന്നില്ലല്ലോ. ചക്രവർത്തി പറഞ്ഞു, എന്നാൽ ഇവനെ അങ്ങ് പത്മോസിലേക്ക് നാട് കടത്ത്, അവിടെ കിടന്ന് ഒറ്റയ്ക്കിരുന്ന് കിടന്ന് ചാകട്ടെ. ചക്രവർത്തിയുടെ ദേഷ്യം, സുവിശേഷത്തോടുള്ള വൈരാഗ്യം അങ്ങനെയാണ് തീർക്കാൻ നോക്കിയത്. പക്ഷേ ആ എണ്ണയിലിട്ടിട്ടും ഒരു കേടും വരാതിരിക്കാൻ കാരണം വലിയ ശുശ്രൂഷ ഇനി മുന്നിലുണ്ട്. മോനെ, നിനക്കറിയാമോ, നിനക്ക് ആയുസ് നീട്ടി തന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? മകളി, നിനക്കറിയാമോ, നീ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ഒരു കേടും വരാതെ എഴുന്നേറ്റ് വന്നത് എന്തിനാണെന്നറിയാമോ? സ്നേഹിത, നിനക്കറിയാമോ, നിനക്ക് വലിയൊരു മഹാരോഗം വന്നിട്ടും ആ രോഗത്തിൽ തകർന്നു പോകാതെ നീ ഇന്ന് ജീവനോട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിനക്കൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മകളെ, നിനക്കൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടും ആത്മഹത്യ നടക്കാതിരുന്നത് കൊണ്ടാണ്. നിനക്കൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. നിനക്കൊരു വലിയ വേല വെച്ചിട്ടുണ്ട്. നീ തകർന്നുപോയി എന്ന് മറ്റുള്ളവരെല്ലാം കരുതിയപ്പോൾ പലരും ഒരുപക്ഷേ നാട്ടുകാരും അയൽക്കാരും സ്വന്തക്കാരും ബന്ധക്കാരും ഒരുപക്ഷേ നിൻ്റെ കൂടെ പഠിച്ചവരും നിൻ്റെ കൂടെ ജോലി ചെയ്തവരും എല്ലാം നിൻ്റെ കാര്യം തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ നീ പിന്നെയും എഴുന്നേറ്റ് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം നിനക്കൊരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. നിനക്കൊരു വേലയുണ്ട്. മഹത്തായ ഒരു ശുശ്രൂഷ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, തലമുറകളിലേക്ക് പകരുന്ന ശുശ്രൂഷ. നീ കണ്ടത് നീ എഴുതി വയ്ക്കണം, ഇപ്പോൾ ഉള്ളത് നീ എഴുതി വയ്ക്കണം, ഇനി സംഭവിക്കാനിരിക്കുന്നത് നീ എഴുതി വയ്ക്കണം. അതാണ് ഞാൻ തരാൻ പോകുന്നത്. സംഭവിക്കാനിരിക്കുന്നത് പ്രവചനങ്ങൾ, വരും കാലത്തേക്കുള്ള ബഹുകാലത്തേക്കുള്ള പ്രവചനങ്ങൾ നിന്നെ ഫലമേൽപ്പിക്കാൻ പോകുന്നു. അത് നീ എഴുതി വയ്ക്കണം. തലമുറകൾ കൈമാറാൻ വേണ്ടി അത് എഴുതി വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻവിളക്കിൻ്റെ വിവരവും എഴുതുക. സ്തോത്രം. നീ ഈ വാർദ്ധക്യത്തിൽ എനിക്ക് ജോലിയുണ്ടോ? ദിവസം ചിന്തിക്കുക, എനിക്ക് ഈ വാർദ്ധക്യമായി, നല്ല വാർദ്ധക്യം, ഇനി എന്ത് ശുശ്രൂഷ എനിക്ക്? അല്ല. സ്തോത്രം. ഇനിയുമുണ്ട് വേല. എൻ്റെ ഈ ശരീരം രോഗഗ്രസ്തമായി, ഇനി എനിക്ക് ഒരു വേലയുണ്ടോ? ഉണ്ട്, വേലയുണ്ട്. ഏലിയാവ് ഓടി. ഏലിയ പ്രവാചകൻ മരുഭൂമിയിൽ കൂടി ഓടുകയാണ്. എന്തു പറ്റിയ ഏലിയാവിന്?
ഈ ഭക്തനായ ദൈവവേദന എന്ത് പറ്റി ഓടാൻ? ഏലിയ ഓടുകയാണ്. ഓടി ഓടി തളർന്നു. മണലാരണ്യത്തിൽ കൂടെയുള്ള ഓട്ടമല്ലേ, മണൽപ്പരപ്പിലുള്ള ഓട്ടമല്ലേ, മണലിൽ കാല് കുഴഞ്ഞ് പാവം തളർന്നു. ഭാഗ്യം അപ്പോൾ അവിടെ ഒരു ചൂരച്ചെടി കണ്ടു. ചൂരച്ചെടി, മരുഭൂമിയിൽ ചൂരച്ചെടിക്കല്ലേ ഉള്ളൂ, നല്ല മരങ്ങളൊന്നും ഇല്ലല്ലോ. ചൂരച്ചെടി, അതിന് തണലിൽ അല്പം തണലുണ്ട്. അവിടെ അങ്ങ് ഇരുന്നു. ചൂരച്ചെടിയുടെ തണലിലിരുന്നു. ഏലിയാവ് ക്ഷീണിതനായി. ഏലിയാവ് പറഞ്ഞു, പ്രാർത്ഥന, ഉറങ്ങി കിടക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് ശയന നമസ്കാരം, സുൽത്താന നമസ്കാരം. എന്താ ഏലിയാവിൻ്റെ സുൽത്താന നമസ്കാരം? കർത്താവേ, എന്നെ അങ്ങ് എടുത്തുകൊള്ളണമേ. എന്തായി പറയുന്നത്? ഈസബേലിനെ വിറപ്പിച്ചവൻ തളർന്നു പോയോ? അഹാബ് രാജാവിൻ്റെ മുമ്പിൽ നല്ല ധീരതയോടെ നിന്നവൻ തളർന്നു പോയോ? രാജാവ് ഞെട്ടി ഉറയ്ക്കത്തക്കവണ്ണം രാജാവിൻ്റെ മുമ്പാകെ നോക്കി ശക്തമായി സംസാരിച്ച് ദൈവത്തിൻ്റെ വചനം നാവിലുള്ളവൻ തളർന്നു പോയോ? ഏലിയാവ് തളർന്നുപോയി. ദൈവപുരുഷൻ തളർന്നുപോയി. പ്രവചനത്തിൻ്റെ ആത്മാവേറ്റ് ശക്തി പ്രാപിച്ച ദൈവപുരുഷൻ തളർന്നുപോയി. വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞ്, കർമ്മേലിലെ ശുശ്രൂഷ കഴിഞ്ഞ് 3.5 കൊല്ലം മഴ പെയ്യാത്ത ദേശത്ത് മഴ പെയ്യിച്ച് പ്രാർത്ഥനയിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവകാര്യങ്ങൾ ഉപയോഗപ്പെട്ടതിന് ശേഷം ഏലിയാ പ്രവാചകൻ തളർന്നുപോയി, ക്ഷീണനായിപ്പോയി. മരിച്ചാൽ മതി. കാരണം ഒരു വാക്കാണ് അവനെ വിഷമിപ്പിച്ചത്. ഈസബേൽ പറഞ്ഞു, ഈ ഏലിയാവിൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും വരെ ഇനി എനിക്ക് വേറൊരു പരിപാടിയില്ല. ഞാൻ അവനെ കൊല്ലും. അവനെ കൊല്ലാതെ ഞാൻ അടങ്ങുകയില്ല. ഈസബേൽ എന്ന് പറയുന്ന ദുഷ്ട സ്ത്രീ, ഈസബേൽ എന്ന് പറയുന്ന ആ ഭീകര സ്ത്രീ, അവൾ ഏലിയാവിനെ പകച്ചു. ഇതിലൊരു കൊല്ലുമെന്ന് പറഞ്ഞു. ഏലിയാവിനെ കൊല്ലുമെന്ന് ഈസബേൽ പറഞ്ഞാൽ പേടിക്കേണ്ട ആളാണോ ഏലിയാവ്? ആഹാബ് രാജാവ് അനേകം പടയാളികളെ അയച്ചിട്ടും ഏലിയാവിനെ പിടികിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ഏലിയാവിനെ കൊല്ലുമെന്ന് ആ ദുഷ്ടസ്ത്രീയായ ഈസബേൽ പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ എന്തുകൊണ്ടോ പേടിച്ചു പോയി. കാരണം ഏലിയാവ് നോക്ക്, സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, നമ്മെപ്പോലുള്ള ഒരാളായിരുന്നു. സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. തളർന്നു പോകും. ഏലിയാവ് തളർന്നുപോയി. മതി യഹോവയെ, മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണേ, മതി, ഇത്രയൊക്കെ ശുശ്രൂഷ ചെയ്തില്ലേ, മതി. മഴ പെയ്തു, ഇനി നാട്ടിൽ പ്രയാസങ്ങളൊക്കെ മാറി. ഞാൻ പ്രാർത്ഥിച്ചു, നീ പ്രാർത്ഥന കേട്ടു, നാട്ടിൽ പ്രയാസങ്ങളൊക്കെ മാറി. ആ വാൽ വിഗ്രഹങ്ങളുടെ ആരാധനക്കാരെയൊക്കെ അവരൊക്കെ ഒന്ന് അമർത്താൻ സാധിച്ചു, നന്നായി. ആഹാബ് രാജാവിൻ്റെ വിഗ്രഹാരാധനയും ചെറുക്കാൻ സാധിച്ചു, നന്നായി. ഇത്രയൊക്കെ എന്നെ കൂടെ സാധിച്ചില്ല, മതി കർത്താവ്, മതി, ഇനി ഞാൻ എവിടെയെങ്കിലും മരിച്ചു വീണാൽ മതി. ഉടനെ ദൈവം ഏലിയാവിൻ്റെ ഈ യാത്രയെല്ലാം കണ്ടു. കർത്താവ് ദുഃഖത്തോടെ കണ്ടുകൊണ്ടിരുന്നു. കർത്താവ് വേദനയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഏലിയാവിന് ക്ഷീണിതനായപ്പോൾ കർത്താവിന് സങ്കടം. ക്ഷീണിക്കാൻ പാടില്ലാത്ത പ്രവാചകൻ ക്ഷീണിച്ചിരിക്കുന്നു, കർത്താവിന് സങ്കടം. ഒരിക്കലും തളരാൻ പാടില്ലാത്ത പ്രവാചകൻ തളർന്നു പോയിരിക്കുന്നു, കർത്താവിന് സങ്കടം. ഏലിയാവോ ഒന്നും ചിന്തിച്ചിട്ടല്ല. നാളെ ഒരു ദിവസം ഒരു അനാഥ പ്രേതം കിടക്കുന്നു താണ്ടേ ബേർശേബ മരുഭൂമിയിൽ. ബേർശേബ മരുഭൂമിയിൽ അനാഥ പ്രേതം. അതിലേക്ക് പോകുന്നവർ ഇടയ്ക്ക് ഏതൊരു അനാഥ പ്രേതം, ആരുടെ ശവമാണോ? നമുക്ക് നോക്കാൻ നേരമില്ല, നമുക്ക് പോവാം. ഓരോരുത്തർ യാത്രക്കാരങ്ങനെ പോകും. ഒരാൾ നോക്കിയിട്ട് പറയും, എന്ത് പറയും? അതാ പ്രവാചകൻ്റെ, ആ മഴ പെയ്യിച്ച പ്രവാചകൻ്റെ ജഡമാണ് കിടക്കുന്നത്. 3.5 കൊല്ലം മഴയില്ലാത്ത രാജ്യത്ത് മഴ പെയ്യിക്കാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകൻ്റെ ശരീരമാണ് അനാഥപ്രയം പോലെ കിടക്കുന്നത്. അയ്യോ, ഇങ്ങനെയൊക്കെ പറയില്ലേ ആളുകൾ എന്തെല്ലാം പറയും? ദൈവവൈതലേ, നീ മൂലം ദൈവനാമം ദുഷിക്കപ്പെടാൻ വരരുത്. നീ മൂലം, നിൻ്റെ ഒരു പ്രവൃത്തി മൂലം ദൈവനാമം അവമാനിക്കപ്പെടരുത്. ഏലിയാവൊന്നും ചിന്തിച്ചില്ല. അനാഥപ്രയം പോലെ കിടക്കേണ്ടി വരുമല്ലെന്ന് ഓർത്തില്ല. മതി യഹോവേ, മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചെടുത്ത് തണലിൽ കിടന്നു. അപ്പോഴിതാ ദൂതൻ വന്ന് വിലാപ്പുറത്തട്ടി, തോളത്തട്ടി, ഏലിയാവേ എഴുന്നേൽക്കുക. എഴുന്നേറ്റു. നിനക്ക് അപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, കുറേ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, കുടിക്കുക, തിന്നെ. ദൂതരങ്ങ് പോയി. ഏലിയാവ് അപ്പവും വെള്ളം കുടിച്ച ശേഷം പിന്നെയും തിരിഞ്ഞ് കിടന്നു ഉറങ്ങി. ഒന്ന് ഉണർന്നു, പക്ഷെ പിന്നെയും ഉറങ്ങിപ്പോയി. അത്രമാത്രം ആത്മാവിൽ മാന്ദ്യം വന്നുപോയി. അപ്പവും തിന്നു, വെള്ളവും കുടിച്ചു, ക്ഷീണം മാറി. ഇനിയെങ്കിലും നടന്നു പോകണ്ടേ? ഇല്ല. ദൈവദൂതൻ തട്ടി ഉണർത്തിയിട്ടും പക്ഷേ എഴുന്നേറ്റ് ഉടനെ വീണ്ടും ഉറങ്ങിപ്പോയ മനുഷ്യൻ. ദൈവദൂതൻ തട്ടി എഴുന്നേൽപ്പിച്ചു, ആഹാരം കൊടുത്തു, കുടിക്കാൻ വെള്ളം കൊടുത്തു. എന്നിട്ടും പിന്നെയും തടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവം വന്നു.
നോക്കൂ, ദൈവത്തിൻ്റെ സ്നേഹം. വീണുപോയവനെ എഴുന്നേൽപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹം, തളർന്നു പോയവനെ എഴുന്നേൽപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ക്ഷീണിതനെ ബലശാലിയാക്കുവാനുള്ള ദൈവത്തിൻ്റെ സ്നേഹം. കർത്താവ് പിന്നെയും വന്നു. കർത്താവിൻ്റെ ദൂതൻ വന്നു, വിലാപ്പുറത്ത് തട്ടി. പഴയ നിയമത്തിലെ ദൂതൻ എന്ന് പറയുന്ന പലയിടത്തും യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. കർത്താവ് വന്ന് ഏലിയാവെ പിന്നെയും തട്ടി എഴുന്നേൽപ്പിച്ചു. പിന്നെ ചോദിച്ച് ഗൗരവമായിട്ട് ചോദ്യമാണ്, ഏലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവെ ഇവിടെ നിനക്ക് എന്ത് കാര്യം? നീ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടവനാണോ? നീ മരിച്ചു പോകേണ്ടവനാണോ? വലിയ ശുശ്രൂഷ നിനക്കുണ്ട്. നീ വേണം എലീശായെ അഭിഷേകം ചെയ്യാൻ. ഞാൻ നിന്നിൽ ഈ ശുശ്രൂഷ കണ്ടിട്ടുണ്ട്. നീ വേണം എലീശായെ അഭിഷേകം ചെയ്യുവാൻ. അടുത്ത പ്രവാചകനെ അഭിഷേകം ചെയ്തിട്ട് വേണം നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ. നിനക്കൊരു വലിയ വേലയുണ്ട്, വലിയ ശുശ്രൂഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു വേല നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും മുന്നിൽ വലിയ വേലയുണ്ട്, വലിയ ശുശ്രൂഷയുണ്ട്. ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കഴിവില്ല നിങ്ങൾ പറയരുത്, എനിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറയരുത്, എനിക്ക് പ്രാപ്തിയില്ല എന്ന് പറയരുത്, എനിക്ക് വാക്ചാതുര്യമില്ല എന്ന് പറയരുത്, എനിക്ക് ഭാഷയില്ല എന്ന് പറയരുത്, കർത്താവ് എനിക്ക് ആരോഗ്യമില്ല എന്ന് പറയരുത്. ഉള്ള ആരോഗ്യം കൊണ്ട് നീ വേല ചെയ്യുക, ഉള്ള ശബ്ദം കൊണ്ട് നീ വേല ചെയ്യുക, ഉള്ള കരുത്ത് കൊണ്ട് നീ വേല ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ വേല, അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. നീ എഴുന്നേറ്റ് വേലയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് ദൈവത്തിന് വേല ചെയ്യുമെന്ന് ഉത്സാഹത്തോടെ മുന്നോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് വലിയ പ്രാവശ്യം എഴുന്നേറ്റു. ഏലിയാവ് ഇവിടെ നിനക്ക് എന്ത് കാര്യം? നീ ദീർഘദൂരം യാത്ര ചെയ്യേണ്ടവനാണ്. ഇന്ന് ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. നിനക്കിനിയും യാത്ര ചെയ്യാനുണ്ട്. നീ നിൻ്റെ ജീവിതം തീർന്നു പറയരുത്. നീ ഇവിടെ തീർക്കേണ്ടതല്ല നിൻ്റെ ജീവിതം. ഇവിടെ മടിച്ച് കിടക്കേണ്ടവനല്ല നിൻ്റെ ജീവിതം. ഇവിടെ മടുത്ത് കിടക്കേണ്ടവനല്ല നിൻ്റെ ജീവിതം. നിനക്കിനിയും വലിയ വേലയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് എഴുന്നേറ്റ് നടന്നു. ഇപ്രാവശ്യം ഏലിയാവിന് ശക്തി കിട്ടി. ആ 40 രാവും 40 പകലും ഏലിയാവ് മരുഭൂമിയിൽ കഴിച്ചു കൂട്ടിയ കാലങ്ങൾ ആത്മാവിൻ്റെ നിറവിൻ്റെ കാലങ്ങളായി മാറി. ആത്മാവിനെ സമൃദ്ധിയിൽ വയ്ക്കാനുള്ള കാലങ്ങളായി മാറി. ഉപവാസത്തിന് ദിവസങ്ങൾ കഴിഞ്ഞ് ഏലിയാവ് ഇരട്ടി ശക്തിയോടെ എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് നിങ്ങൾ അനേകം പേര് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അടുത്ത മകരെയും ഇരുന്ന് ഈ വാക്കുകളെ കേൾക്കുന്നതിൻ്റെ പ്രിയ സഹോദരങ്ങളെ, നീ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾക്ക് ഒരു കാരണവശാലും ആത്മീയ ജീവിതത്തിൽ മടുത്തു പോകരുത്. നിങ്ങൾ മതിയെന്ന് പറയരുത്. കർത്താവേ മതി, ഞാൻ നിർത്തുന്നത് പറയരുത്. നാഥ, നിൻ്റെ ശക്തി തരണമേ, നിൻ്റെ ബലം തരണമേ, നിൻ്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. യേശുവേ, നിൻ്റെ ആത്മാവിൻ്റെ മേൽ ഇറങ്ങണമേ, നിൻ്റെ ആത്മാവിൻ്റെ മേൽ വരണമേ, നിൻ്റെ അഭിഷേകത്തിൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കൂ. എന്നെ ആർക്കും വേണ്ട എന്ന് നീ പറയരുത്. എന്നെ ആർക്കും വിലയില്ല എന്ന് പറയരുത്. ദൈവത്തിന് സ്തോത്രം. എന്നെക്കുറിച്ച് ആർക്കൊരു മതിപ്പില്ല എന്ന് പറയരുത്. മകനെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് മതിപ്പുണ്ട്. നിന്നെ ദൈവത്തിനറിയാം. നിൻ്റെ കഴിവ് എന്തായെന്നറിയാം, നിൻ്റെ കഴിവുകേട് എന്തായെന്നറിയാം, നിൻ്റെ ബലം എന്തെന്നറിയാം, നിൻ്റെ ബലഹീനത എന്തായെന്നറിയാം. മകനെ, നീ ഒന്നിലും അടുത്തു പോകരുത്. നീ ഉത്സാഹത്തോടെ മുന്നോട്ട് വരിക, അത്യുത്സാഹത്തോടെ മുന്നോട്ട് വരിക. ശുശ്രൂഷ ഇനിയുമുണ്ട്. സ്തോത്രം. വേല ഇനിയുമുണ്ട്. ഏലിയാവയോട് നിനക്ക് എന്ത് കാര്യം? നിനക്ക് ബഹുദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു, ദീർഘദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലന് ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഭയപ്പാട് മാറ്റിക്കൊടുത്തു. ഏലിയാവിന് വലിയ ശുശ്രൂഷ വരുന്നതിന് മുമ്പ് ദൈവം ക്ഷീണം മാറ്റിക്കൊടുത്തു. ദൈവം അങ്ങനെയാണ്. സ്നേഹവാനായ ദൈവം. സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ തളർച്ച വരാൻ കേട്ടോ. തളർച്ച വരാം. വരില്ല നീ പറയില്ല. ആത്മീയ ജീവിതത്തിൽ ക്ഷീണം വരാം. ആത്മീയ ജീവിതത്തിൽ മാന്യം വരാം. ചിലപ്പോൾ ചില അവസരങ്ങൾ വരുന്നത് വരാം. ഒരിക്കൽ മാർട്ടിൻ ലൂതർ ഒരിക്കൽ അങ്ങ് ക്ഷീണിച്ചു പോയി. എല്ലായിടത്തും എതിർപ്പെന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂതറിൻ്റെ ജീവനെ അപഹരിക്കാൻ അന്നത്തെ സമൂഹം വളരെ ശത്രുതയോട് വരികയാണ്. അന്നത്തെ രാജാവ് എതിർക്കുകയാണ്. അന്നത്തെ പട്ടാളക്കാർ പിടികൂടാൻ വരികയാണ്. മാത്രമല്ല, വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഭിന്നത. മാർട്ടിൻ ലൂതറിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള തന്നെ സംശയം എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞ അഭിപ്രായത്തെ എതിർക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. മാർട്ടിൻ ലൂതർ വേദപുസ്തകത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തെ മാർട്ടിൻ ലൂതർ പറഞ്ഞത് ഇത് വിലയില്ലാത്തൊരു പുസ്തകമാണെന്നാണ്. അത് തെറ്റായിപ്പോയി, അങ്ങ് പറയാൻ പാടില്ലായിരുന്നു. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് വേറൊരു കൂട്ടം ആളുകൾ എഴുന്നേറ്റു, ഇത് ഏറ്റവും മനോഹരമായ പുസ്തകമാണ് എന്ന്, പ്രായോഗികമായ പുസ്തകമാണെന്ന്. വൈക്യോലിൻ്റെ ലേഖനം എന്നാണ് മാർട്ടിൻ ലൂതർ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞത്. വൈക്യോലിൻ്റെ ലേഖനം. അവിടെ ആത്മീയരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. തളർന്നുപോയി, ക്ഷീണിതനായി. പ്രാർത്ഥന കുറഞ്ഞു, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ആത്മീയമായ മാന്യം, ഉത്സാഹമില്ല. മുമ്പെല്ലാം ഏത് പ്രതിസന്ധിയെയും
തൃണവൽക്കണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന മാർട്ടിൻ ലൂതർ ഇപ്പോൾ തളർന്നുപോയി, അവശനായിപ്പോയി. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെ ഭാര്യ ഒരു കറുത്ത ഗൗൺ ധരിച്ചുകൊണ്ട് വന്നിരിക്കുക, കറുത്ത വസ്ത്രം, ആകെ കറുത്ത വസ്ത്രം. മാർട്ടിൻ ലൂതർ ഞെട്ടിപ്പോയി. ആരാ മരിച്ചതെന്ന് ചോദിച്ചു. ആരാ മരിച്ചേ? അപ്പോൾ അവിടെ ആരെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചാൽ കറുത്ത വസ്ത്രം ധരിക്കും. അയ്യോ, ആരാ മരിച്ചേ? അവൾ കരയാൻ തുടങ്ങി. ഭാര്യ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ആരാ മരിച്ചത് പറയൂ എന്ന്. ആരാ? പിന്നെയും കരയുക. അയ്യോ പറയൂ, ആരാ മരിച്ചത്? കർത്താവ് മരിച്ചുപോയി. നീ എന്ത് കർത്താവ് മരിച്ചുപോയോ? അത് യേശുമ്പരാൻ മരിച്ചുപോയി. എന്ത് വിട്ടിത്തന്നായി പറയുന്നത്? യേശു മരിക്കുമോ? അല്ല, യേശു മരിച്ചതുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവ് ഇത്ര ക്ഷീണിതനായി പോയത്. യേശു ജീവനോടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ തളർന്നിരിക്കില്ലല്ലോ. യേശു മരിച്ചു പോയതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ക്ഷീണിതനായിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി. മറ്റു ചാടി എഴുന്നേറ്റു. നോ, എൻ്റെ കർത്താവ് മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. എൻ്റെ കർത്താവ് മരിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. മാർട്ടിൻ ലൂതർ ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നു. പിന്നെയായിരുന്നു വലിയൊരു പടയോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. പടയോട്ടം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടിയുള്ളതായ പോരാട്ടമായിരുന്നു. പിന്നെ വിശ്വാസം, ആത്മീയ തീഷ്ണതയുള്ള വിശ്വാസത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതായ പോരാട്ടമായിരുന്നു പിന്നീട്. ദൈവത്തിന് സ്തോത്രം. ശക്തിയേറിയ ദൂതുകൾ അറിയിച്ചു മാർട്ടിൻ ലൂതർ. നവീകരണ പ്രസ്ഥാനം തുടങ്ങി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ തളർച്ച വരാം. വന്നില്ല എന്ന് ഞാൻ പറയില്ല, വരാം. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ തളർച്ച മാറ്റാൻ യേശുക്രിസ്തുവിൻ്റെ അരികെ തോന്നുന്നു നിങ്ങൾ വിശ്വസിക്കുക. ഭയപ്പെടേണ്ട. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. എന്നാൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ആദ്യനും അന്ത്യനും വായിച്ചേ. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട. ഭയം മാറ്റി കൊടുക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി പുതിയ ബലം ധരിപ്പിക്കുകയാണ്. പുതിയൊരു ശുശ്രൂഷ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 പൊൻനിലവിളക്കിന്റെ വിവരവും നീ എഴുതുക. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ നീ എഴുതുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾ ഉത്സാഹശാലികളായി തീരുക. നിങ്ങൾ വീര്യത്തോടെ എഴുന്നേൽക്കുക, ഉത്സാഹത്തോടെ എഴുന്നേൽക്കുക. ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ള ദൈവമക്കൾക്ക് പലർക്കും ക്ഷീണമുണ്ടായിട്ടുണ്ട്, ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട്, താഴ്വരയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, തളർച്ചയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ദാവീദ് പോലും തളർന്നുപോയി. ദാവീദ് പാപത്തിലാണ് തളർന്നുപോയത്. പാപം ഒരിക്കലും മരരുതാത്ത പാപം ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നു. ദാവീദ് തളർന്നുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരിക്കലും തളരാതെ പോയിട്ടുള്ള 2 കഥാപാത്രങ്ങൾ വേദോസിൽ കാണാം. ഒന്ന് യൗസേപ്പ്, മറ്റൊന്ന് ദാനിയേൽ. ഒരിടത്തും തളർന്നില്ല, തളർന്ന ചരിത്രമില്ല. സ്റ്റഡിയായിട്ട് മുന്നോട്ട് പോയി, സ്ഥിരമായിട്ട് മുന്നോട്ട് പോയി. ഒരിക്കലും വാട്ടം വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൊതിക്കുകയാണ്, കർത്താവേ, ഒരിക്കലും വാട്ടം വരാതെ പോകാൻ കൃപ തരണമേ. ഒരിക്കലും ക്ഷീണം വരാതെ മുന്നോട്ട് പോകാൻ കൃപ തരണമേ. ഒരിക്കലും തളരാതെ ഓടാൻ കൃപ തരണമേ. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ശക്തിയെ പുതുക്കിക്കൊണ്ട് ഓടാൻ പറ്റും. ശക്തിയെ പുതുക്കും. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പുതിയ ശക്തി. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കഴുകൻ അത് വളരെ പ്രായമായി കഴിയുമ്പോൾ കഴുകൻ പാറയുടെ മുകളിലേക്ക് പോകും. പാറയുടെ ഇടുക്കിലിരുന്നു കൊണ്ട് കഴുകൻ അവിടെ ഇരുന്നു കൊണ്ട് പാറയിൽ അതിൻ്റെ ചിറക് ഉരച്ച് വരുമ്പോൾ ചിറക് തൂവലുകളും കൊഴിഞ്ഞു പോകും. അവിടെ ആഹാരം പോലും കഴിക്കാതിരിക്കുകയാണ്. ആഹാരം കഴിക്കാതെ, തീരെ തേടാതെ നമ്മുടെ കഴുകൻ ഒറ്റയ്ക്കിരുന്ന് ഈ ചിറക് ഇങ്ങനെ പാറയിൽ ഉരച്ചുകൊണ്ടിരിക്കും. ചിറകിലെ തൂവലുകളെല്ലാം പോകും, എല്ലാം കൊഴിഞ്ഞു പോകും. പക്ഷേ ഏതാനും ദിവസം കഴിയുമ്പോൾ പുതിയ തൂവലുകളോട് മുളച്ചു വരും, പുതിയ തൂവലുകൾ. അപ്പോൾ കഴുകന് പുതുബലമായി, യൗവനത്തിൻ്റെ ബലം കിട്ടുകയാണ്. വൃദ്ധനായ കഴുകൻ യൗവനത്തിൻ്റെ ബലം വീണ്ടും ധരിക്കുകയാണ്, പുതുബലം ധരിക്കുകയാണ്. അതാണ് വേദവസം പറയുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും.
അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പുതുബലം ധരിക്കുക. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പുതുബലം ധരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പുതിയ ബലം, പുതിയ ശക്തി നിങ്ങൾ പറയണം, കർത്താവോട് പറയണം. നിങ്ങൾ അരികത്ത് വന്നിരിക്കുന്ന യേശുവിനോട് പറയണം, കർത്താവേ എൻ്റെ മേൽ നിൻ്റെ പുതിയ ബലം പകരണമേ, എൻ്റെ മേൽ നിൻ്റെ പുതിയ ശക്തി പകരണമേ, എൻ്റെ മേൽ നിൻ്റെ പുതിയ ആത്മാവിനെ പകരണമേ, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, യേശുവിൻ്റെ മനസ്സ് തരണമേ, യേശുവിൻ്റെ ഹൃദയം തരണമേ, യേശുവിൻ്റെ മനോഭാവം തരണമേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ആവസിക്കണമേ, തീയാകുന്ന ആത്മാവ് ഈ നിസ്സാര മനുഷ്യൻ്റെ മേൽ ഇറങ്ങി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഒറ്റയ്ക്കൊരു കാര്യം. മേലിൽ പാവം ചെയ്യുകയില്ല. മേലിൽ പാവം തോന്നുന്ന യാതൊന്നിനും ഞാൻ ഇടം കൊടുക്കുകയില്ല. ഉറപ്പ്. കർത്താവേ, മേലിൽ പാവമെന്ന് തോന്നുന്ന ഒന്നിനും ഞാൻ ഇടം കൊടുക്കുകയില്ല. നാഥ, എനിക്ക് നിത്യനിധി വേണം, നിത്യശാന്തി വേണം, നിത്യസമ്പത്ത് വേണം, സ്വർഗീയ നൽവരം വേണം. എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ വരണം. ദൈവത്തിന് സ്തോത്രം. ഓർക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ, പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ വല്ല രോഗങ്ങളും മാറും, അപ്പോൾ തന്നെ മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ മാറാത്ത തലവേദനകൾ മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ വിട്ടുപോകാത്ത വയറുവേദനകൾ മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപക്ഷേ നിങ്ങളുടെ അകത്തവയവങ്ങളിലെ യൂട്രസിലോ മറ്റോ ഉള്ള മുഴകൾ പോലും മാറിപ്പോകും, എല്ലാം മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ സന്ധിവേദനകൾ മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ ആസ്മ രോഗങ്ങൾ മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ ക്യാൻസർ രോഗം മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അസ്ഥികൾക്ക് ബലം കിട്ടുന്നു, അസ്ഥികൾക്ക് പുതിയ ബലം ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധി തെളിയുന്നു, നല്ല തെളിഞ്ഞ ബുദ്ധി കിട്ടുന്നു, പഠിക്കാൻ സമർത്ഥരായിത്തീരുന്നു, നല്ല ബുദ്ധിശാലികളായിത്തീരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഒരാളുടെ മേൽ ഇറങ്ങിയാൽ ആ കുടുംബം ആകെ സമാധാനമുള്ളതായി തീരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളത് പ്രാർത്ഥിക്കൂ, കർത്താവേ എൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് എനിക്ക് പുതുബലം തരണമേ, പുതിയ ബലം തരണമേ, യേശുവിൻ്റെ മനസ്സ് തരണമേ. അതിനാണ് എനിക്കിത് പരിശുദ്ധാത്മാവിന് വേണ്ടത്. യേശുവിൻ്റെ ഹൃദയം തരണമേ, അതിനാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ കർത്താവ് യേശുവിൻ്റെ മനോഭാവം തരണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുമോ? ആത്മാവിന് വേണ്ടി ദാഹിക്കുമോ? ദാഹിക്കുന്നതിനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് യേശു വിളിച്ചു പറഞ്ഞു. ദാഹിക്കുന്നതിനല്ല എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹമുള്ളവൻ വരട്ടെ. ദാഹം ഉണ്ടോ? നിങ്ങൾക്ക് ഓടി വരാം. നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങൾ കണഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം, കർത്താവേ ഇന്നു മുതലാതെ ഞാൻ പാവമില്ലാതെ ഞാൻ ജീവിക്കും. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഊതണമേ, പരിശുദ്ധാത്മാവിൻ്റെ മേൽ ഇറങ്ങി ആവസിക്കണമേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരണമേ, എൻ്റെ സിരകളിലൂടെ പരിശുദ്ധാത്മാവിന് തീ ഒഴുകണമേ. നാഥ, എൻ്റെ ശരീരമാസകലം പരിശുദ്ധാത്മാവിന് തീയുടെ പ്രസരം ഉണ്ടാകണമേ. നാഥ, അതിൻ്റെ പരിശുദ്ധാത്മാവിനിലൂടെ ആവസിച്ച് എൻ്റെ കർത്താവേ ആത്മാവിൻ്റെ നിറവിൽ നിന്നെ സ്തുതിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. ആത്മാവിൻ്റെ നിറവിൽ നിന്നെ ആരാധിപ്പാൻ കൃപ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടതിന് മക്കളെല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ളതായ ആഗ്രഹം എല്ലാവർക്കും നൽകണമേ. എല്ലാവരെയും നിന്റെ കൃപയിൽ പൊതിയണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, അടുത്ത രണ്ടാമത്തവരെ വേണ്ടി ഈ മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.